പ്രേക്ഷകരെ വളരെ 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 ഉദ്യോഗജനകമായിട്ടുള്ള ഒരു പോരാട്ടമാണ് കേരളം കാഴ്ചവെക്കുക എന്നതാണ് ഇതുവരെ ഈ നിമിഷം വരെ വന്നിട്ടുള്ള എക്സിറ്റ് പോളുകളൊക്കെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. അനുവേട്ട ഒരു മിനിറ്റ്, കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു UDFന്റെ ഒരു തരംഗം എന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല എന്നതാണ് CM അനൂപ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ഒരു പക്ഷേ അനുവേട്ട 2011 ആവർത്തിക്കാനുള്ള ഒരു സാഹചര്യമാണോ? തീർച്ചയായിട്ടും ശ്യാമ, എനിക്കൊന്ന് 2011 ഒരു സാഹചര്യമാണ്. അന്ന് 2011 72-68 എന്ന നിലയിലാണ്. തീർച്ചയായിട്ടും ഈ വർഷത്തെ എക്സിറ്റ് പോൾ കണക്കുകൾ കാണുമ്പോൾ തീർച്ചയായിട്ടും 2011 ആവർത്തിക്കാൻ സാധ്യത. പക്ഷേ എക്സിറ്റ് പോൾ കണക്കുകളിൽ തന്നെ ചെറിയ ചില വ്യത്യാസങ്ങൾ വരാൻ സാധ്യത ഞാൻ നോക്കി കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ചില മേഖലകൾ അനുസരിച്ച് വരികയാണെങ്കിൽ ചിലപ്പോൾ ഇടതുപക്ഷം ചിലപ്പോൾ LDFന് തന്നെ ചിലപ്പോൾ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് തീർച്ചയായിട്ടും ഒരു UDFന് ഒരു മേൽക്കൈ, എന്നാലും വ്യക്തമായ ഒരു മേൽക്കൈ നേടാൻ സാധ്യതയില്ല. ഒരു തൂക്കിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് രണ്ടുപേർക്കും ആർക്കും ഭൂരിപക്ഷം കിട്ടാത്ത BJP ഒരു 5 സീറ്റ് വരെ നേടാൻ പറ്റിയാൽ ഒരു പക്ഷേ രണ്ട് മുന്നണികൾക്കും ചിലപ്പോൾ ഒരു വ്യക്തമായ BJP തീരുമാനിക്കും കേരളം ആര് ഭരിക്കണമെന്ന്. വ്യക്തമായ ഒരു ഭൂരിപക്ഷം കിട്ടുമെന്ന്. ഇങ്ങനെ ഒരു BJP 5 സീറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ ഇരു മുന്നണികൾക്കും രണ്ടുപേർക്കും ഒരു വ്യക്തമായ ഒരു ഭൂരിപക്ഷം കിട്ടാൻ സാധ്യത കുറവാണ്. യെസ് ഗൗത, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അനുപേട്ടൻ കൃത്യമായി തന്നെ കേരള രാഷ്ട്രീയത്തിൻ്റെ ഓരോ കൃത്യമായ ചലനങ്ങളും വിലയിരുത്തി പറയുന്ന നമ്മുടെ ന്യൂസ് എഡിറ്റർ കൂടിയാണ്. അനുപേട്ടൻ ചൂണ്ടിക്കാണിക്കുന്നത് അത് തന്നെയാണ്. ഇതൊരു തൂക്ക് നിയമസഭയിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെയെങ്കിൽ ഗൗതമേ, കേരളം ആര് ഭരിക്കണമെന്ന് ഒരു പക്ഷേ നിയമസഭയിൽ വലിയ മുന്നേറ്റം നടത്താൻ പോകുന്ന BJP തീരുമാനിക്കും. അത് തന്നെയാണ്. അതായത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ കാര്യം എടുത്തു പറഞ്ഞിരുന്നു. അശ്വതി, ആ കാര്യം കൂടി നമ്മൾ ഓർക്കണം. അതായത് ഒരു തൂക്ക് മന്ത്രിസഭയുടെ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിൽ ആരാണ് ഭരിക്കേണ്ടത് എന്ന് ഭാരതീയ ജനതാ പാർട്ടി അത് തന്നെ BJP തീരുമാനിക്കുമെന്ന് BJP നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളത്തിൽ ഭരണമാറ്റം എന്ന കൃത്യമായ സന്ദേശം നൽകുന്നു പീപ്പിൾസ് പൾസ് എന്ന് പറയുന്ന സർവേ. കൃത്യമായിട്ട് പറയുന്നത് കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്നാണ്. LDF 6-നും 65-നും ഇടയിൽ സീറ്റുകൾ നേടുന്നുവെന്ന് പറയുമ്പോൾ അശ്വതി, അവിടെ UDF 70 മുതൽ 75 വരെ സീറ്റുകൾ നേടിക്കൊണ്ട് കേവല ഭൂരിപക്ഷം നേടി. UDFന് കൂടുതൽ സീറ്റുകൾ നേടി കേരളത്തിൽ ഒരു ഭരണമാറ്റം എന്ന കൃത്യമായ സന്ദേശം നൽകുകയാണ്. ഒപ്പം BJPക്ക് 3 മുതൽ 5 സീറ്റുകൾ വരെ പീപ്പിൾസ് പൾസിന്റെ സർവേ പ്രഡിക്ട് ചെയ്യുന്നു. അശ്വതി, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ആക്സിസ് ബാങ്ക് ഇന്ത്യയുടെ സർവേ വന്നിട്ടുണ്ട്. 3 സീറ്റുകൾ വരെ. എടുത്തു പറയേണ്ടത് ഗൗതം, ഒരു പക്ഷേ ഡൽഹിയിൽ നമ്മുടെയൊക്കെ സേവന സമയത്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത ഒരു ഏജൻസിയാണ് ആക്സിസ് ബാങ്ക് ഇന്ത്യ. ആക്സിസ് ബാങ്ക് ഇന്ത്യ കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നു കേരളത്തിൽ BJP 3 സീറ്റുകൾ വരെ. ശ്യാമ, ഇപ്പോൾ ആക്സിസ് ഇന്ത്യയുടെ സർവേയാണ് ഏറ്റവും പുതിയതായി വന്നിരിക്കുന്നത്. അതിൽ കൃത്യമായി പറയുമ്പോൾ BJPക്ക് ഇതുവരെ മറ്റ് സർവേകളിൽ ലഭ്യമാകുന്നത് പോലെ തന്നെയുള്ള ഒരു സീറ്റിലെ ഒരു വലിയ മാറ്റത്തിനുള്ള സാധ്യതയാണ്. 3 സീറ്റ് വരെ നേടാമെന്നുള്ളതാണ് ആക്സിസ് ഇന്ത്യയുടെ സർവേ ഫലങ്ങളായി വരുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ തൂക്കാണെങ്കിൽ ഈ 3 പേര് തീരുമാനിക്കും. നിലവിലത്തെ സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ, കാരണം ഒരിക്കലും എക്സിറ്റ് പോളുകൾ അത്ര എക്സാക്റ്റ് ആയ നമ്പറുകൾ വരാറില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ സീറ്റ് വ്യത്യാസം ഉണ്ടാകുന്ന സമയത്ത് LDFനും UDFനും ക്ലിയർ മെജോറിറ്റി കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് കേരളം പോകുമോ എന്നുള്ള സംശയങ്ങൾ പോലും ഈ ഘട്ടത്തിൽ ഉണ്ടാവുകയാണ്. ആക്സിസ് ഇന്ത്യയുടെ സർവേ കുറച്ചുകൂടി UDFന് അനുകൂലമാണെന്ന് പറയാം. കാരണം 78 മുതൽ 90 വരെയാണ് അവർ UDFന് പ്രവചിക്കുന്ന സീറ്റ്. അതേസമയം LDFന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് 49 മുതൽ 62 കുറയുന്നു. ഒരു പക്ഷേ ഇതുവരെ വന്ന സർവേകളിൽ LDFന് ഏറ്റവും കുറച്ച് സീറ്റുകളിൽ പോകാം എന്ന് പറഞ്ഞ സർവേകളിലൊന്നു കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ നിലവിൽ എനിക്ക് തോന്നുന്നു ഉറച്ച LDF കോട്ടകളിലൊക്കെ വലിയ രീതിയിൽ തന്നെ ചലനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, വിള്ളലുണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലേ? അതെ, ചില സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അത് റീജിയൻ തിരിച്ചുള്ള കണക്കുകൾ തന്നെ വരികയാണ് നമ്മുടെ മുന്നിലോട്ട്. അതായത് LDF മലബാർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ LDF 16-20 ആ സീറ്റിൽ പരിമിതപ്പെടും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. മധ്യ കേരളത്തിലേക്ക് മലബാർ എന്ന് പറയുന്നത് കണ്ണൂരും കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ LDF 20 സീറ്റുകൾ. ഗൗതം, അശ്വതി, മാക്സിമം 20 സീറ്റുകൾ മാത്രം. തീർച്ചയായും ഭരണമാറ്റം ഉണ്ടാകും എന്നുള്ള വലിയ സൂചനകൾ മലബാർ പ്രദേശത്ത് നിന്ന് വരികയാണ്. പിന്നെ മലപ്പുറം, എറണാകുളം നോക്കണ്ടല്ലോ. ആ സമയം UDF എടുത്തു നോക്കുകയാണെങ്കിൽ 28 മുതൽ 32 വരെ. അതായത് ആ ഒരു പ്രതീക്ഷ കൃത്യമായി മലബാർ റീജിയണിൽ UDF പുലർത്തിയിരുന്നു. ആ വിശ്വാസം അവർക്ക് കരുത്തേകുന്ന ഒരു കാഴ്ച നമുക്ക് മധ്യ കേരളത്തിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ മധ്യ കേരളത്തിൽ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം എന്ന് പറയാവുന്ന രീതിയിലാണ് LDF UDF നിൽക്കുന്നത്. 28, UDF 25-29. അപ്പോൾ UDFന് തന്നെയാണ് മേൽക്കൈ നിലനിൽക്കുന്ന ഒരു സാഹചര്യം. തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോഴാണ്
കുറച്ചുകൂടി ചിത്രം വ്യക്തമാക്കുന്നത്. തെക്കൻ കേരളം എന്ന് പറയുന്നത് LDF-നെ സംബന്ധിച്ച് അവരുടെ ഉരുക്കു കോട്ടകളാണ്. കൊല്ലമൊക്കെ ഒരു കാലത്തും കൈവിട്ടു പോകില്ല എന്ന് കരുതുന്ന ഇടമാണ്. അവിടെ 18-20 18 മുതൽ 20 വരെ മാക്സിമം LDF-ന് എത്താൻ പറ്റുന്നു എന്നതാണ് സ്ഥിതി. അവിടെ UDF-ന്റെ സ്ഥിതിയും ഏതാണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. 17-19 അവിടെ. പക്ഷേ മേൽക്കൈ LDF-നുണ്ടെങ്കിൽ പോലും LDF പ്രതീക്ഷിക്കുന്നത് അങ്ങനെയല്ലല്ലോ. അതിലും വലിയൊരു ഫിഗറാണ് LDF പ്രതീക്ഷിക്കുന്നത്. അവിടെ NDA-യുടെ പ്രകടനം നമ്മളൊന്ന് വിലയിരുത്തി പോകേണ്ടതുണ്ട്. മലബാർ റീജിയണിൽ ഒരു സീറ്റാണ് മഞ്ചേശ്വരം തന്നെയാവാനാണ് സാധ്യത കൂടുതൽ. അതോ പാലക്കാടോ? അതുകൊണ്ട് പാലക്കാട് മലബാറിലാണ് വരുന്നത്. ഗൗതം, അശ്വതി, മഞ്ചേശ്വരം അല്ലെങ്കിൽ പാലക്കാട്? മധ്യ കേരളത്തിൽ ഒന്ന് അതെവിടെയാകാം. സ്വാഭാവികമായിട്ടും പാലയുണ്ട്, ഈ പറയുന്ന തിരുവല്ലയുണ്ട്, ഏത് വേണേയാവാം. സൗത്തിലേക്ക് വരുമ്പോൾ, തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ 2 സീറ്റ് പ്രഡിക്ട് ചെയ്യുന്നുണ്ട്. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂരുണ്ട്. സ്വാഭാവികമായിട്ട് അവിടെയൊക്കെ കേരളത്തിന്റെ സമകാലീന രാഷ്ട്രീയ സാഹചര്യത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന റീജിയൻ വൈസുള്ള ഒരു കണക്കാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. 4 സീറ്റ് വരെ. ഗൗതം, അശ്വതി, 4 സീറ്റ്. ഒരു സമഗ്ര വിലയിരുത്തലാണ് ഇപ്പോൾ നമ്മുടെ നീലിമ ചേച്ചി കൃത്യമായി തന്നെ മുന്നോട്ട് വെക്കുന്നത്. 4 സീറ്റ്. മലബാറിൽ 1 സീറ്റ്. അപ്പൊ സ്വാഭാവികമായിട്ടും മഞ്ചേശ്വരമുണ്ട്, കെ സുരേന്ദ്രേട്ടന്റെ സ്വന്തം മഞ്ചേശ്വരമുണ്ട്, ശോഭ ചേച്ചിയുടെ പാലക്കാടുണ്ട്. മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ 1 സീറ്റ് പറയുന്നുണ്ട്. തിരുവല്ലയാകാം, പാലയാവാം, ഏത് വേണമെങ്കിലും ആകാം. തെക്കൻ കേരളത്തിൽ വരുമ്പോൾ 2 സീറ്റ്. സ്വാഭാവികമായിട്ടും എല്ലാ വിലയിരുത്തലും വരുന്നത് നേമവും കഴക്കൂട്ടവും തന്നെ ഫോക്കസ് ചെയ്തിട്ടാണ്. ഗൗതം, അശ്വതി, അതുപോലെ CNN ന്യൂസ് 18 കേരളത്തിന്റെ നോക്കുകയാണെങ്കിൽ UDF 70, അതോടൊപ്പം തന്നെ 80 വരെയുള്ള സീറ്റുകൾ നേടുമെന്ന് പറയുന്നുണ്ട്. LDF 58 മുതൽ 68. അവിടെ NDA-ക്ക് 4 സീറ്റുകളാണ് CNN ന്യൂസ് 18 സർവേ പ്രവചിക്കുന്നത്. ഇപ്പോൾ ടൈംസ് നൗ JVC-യുടെ അശ്വതി വായിക്കും. ടൈംസ് നൗന്റെ വരുന്നത് കേരളത്തിൽ LDF-ന് 52 മുതൽ 61 വരെ സീറ്റുകൾ നേടുമെന്നാണ്. UDF 72 മുതൽ 84 സീറ്റുകൾ. NDA 3 മുതൽ 7 സീറ്റുകൾ. ഗൗതം, 7 സീറ്റുകൾ വരെ നേടാം. നിർണായകമായ പ്രഖ്യാപനമാണ്. എന്തായാലും ഇതിലെല്ലാം സൂചന നമുക്ക് ലഭ്യമാകുന്നത് ഒരു ശക്തമായ ഭരണവിരുദ്ധ വികാരം ഇവിടെയുണ്ട്. വോട്ട് വൈബ് എന്ന് പറയുന്ന ഏജൻസിയുടെ കണക്കുകൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. LDF 58 മുതൽ 68 വരെ, UDF 70 മുതൽ 80, NDA 4 എന്നുള്ളതാണ്. എന്നെ ഇതിൽ ഏറ്റവും ത്രസിപ്പിക്കുന്നത് ഈ വരുന്ന എല്ലാ എക്സിറ്റ് പോളുകളും BJP-യുടെ നിയമസഭയിലെ ഉറച്ച സാന്നിധ്യം അടയാളപ്പെടുത്തുകയാണ്. അത് തന്നെയാണ് മുകളിലുള്ള MLA-മാർ എത്തുമെന്നാണ്. അതെ, അതായത് BJP-യുടെ സാന്നിധ്യം വരുന്ന നിയമസഭയിൽ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഇനിയും അത് ഏതൊക്കെ നേതാക്കൾ, അതായത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്ഥാനാർത്ഥികൾ BJP-യുടെ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. അപ്പോൾ ആരൊക്കെയാകും കേരള നിയമസഭയിൽ ശബ്ദമായി ഉണ്ടാക്കുക? മന്ത്രിസഭ വരും, BJP തൂക്കും എന്നുള്ള തരത്തിലുള്ള എക്സിറ്റ് പോൾ പ്രവചനങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഇടതുകോട്ടകളിൽ ആശങ്കയാണ്. ഇടതു ക്യാമ്പുകളിൽ വല്ലാത്ത നെഞ്ചുവേദനയാണ്. കാരണം ഇടതുകോട്ടകളിൽ എല്ലാം വിള്ളൽ, പരമ്പരാഗത വോട്ട് ബാങ്കുകളടക്കം വിള്ളൽ വീഴ്ത്തിക്കൊണ്ടുള്ള ഫലപ്രഖ്യാപനങ്ങൾ വരുമ്പോൾ PMarQ-ന്റെ സർവേ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. PMarQ ചൂണ്ടിക്കാണിക്കുന്നത് LDF 62 മുതൽ 69 വരെ, UDF 71 മുതൽ 79, NDA 1 സീറ്റ് മുതൽ 4 സീറ്റുകൾ വരെ നേടാം എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ PMarQ-ന്റെ ഇതിനകത്തും NDA-യുടെ സാന്നിധ്യം നിയമസഭയിൽ ഉണ്ടാകുമെന്ന് തന്നെ ചൂണ്ടിക്കാണിക്കുക.